എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കൊച്ചു എൻ്റെ കിച്ചൺ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ കൂടെ തന്നെ രാവിലത്തെ ജോലികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ കിച്ചൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെയാണ് ഞാൻ പാത്രങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റോർ ഏരിയ പോലെ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള കിച്ചണാണ്. കിച്ചൻ്റെ ഒരു സൈഡാണ്. കുറച്ച് ഉള്ളിലേക്ക് കയറ്റിയാണ് അത് പണിതിരിക്കുന്നത്. ഇതെൻ്റെ കിച്ചണിൽ ഞാൻ യൂസ് ചെയ്യുന്ന തവ, അരിപ്പ ഇതൊക്കെ ഹാങ് ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ടിൽ കിച്ചൺ മെയിൻ യൂസ് ചെയ്യുന്ന കിച്ചൻ്റെ ആ ഒരു ഭാഗം വരുന്നത് മുൻപിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ കാപ്പിക്ക് പുട്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് നമ്മുടെ ചോറിന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ പുട്ടിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. ഇന്ന് മത്തിയാണ് കിട്ടിയിട്ടുള്ളത്, ചാള. അതാണിന്ന്, അത് വറക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ രാവിലെ വേഗം തന്നെ ഒതുക്കുകയാണ്. മോൾക്ക് ചോറ് കൊടുത്തയക്കണം. അപ്പോൾ അവൾ സ്കൂളിൽ പഠിക്കുകയാണ്, 7ാം ക്ലാസ്സിലാണ്. ഞാൻ മോൾക്ക് 12 വയസ്സുണ്ട്. ഇപ്പോൾ ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാലം കിട്ടിയതാണ് മോളെയും. അതിനുശേഷം ഇപ്പോൾ വീണ്ടും പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. ഉടനെ തന്നെ പുതിയൊരു അതിഥിയുടെ വരുന്നതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലൊക്കെയാണ് എല്ലാവരും. അപ്പോൾ രാവിലെ തന്നെ ജോലികളെല്ലാം വേഗം ഒതുക്കണം. മോള് പോകുന്നതിന് മുന്നേ തന്നെ അവൾക്ക് ചോറൊക്കെ റെഡിയാക്കി എടുക്കണം. അതുകൊണ്ടാണ് അധിക ദിവസവും രാവിലെ ഇപ്പോൾ കാപ്പിക്ക് പുട്ടൊക്കെയാണ് ഉണ്ടാക്കാറ്. ഒരുപാട് പണികളൊന്നും ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല. അതുകൊണ്ടാണ് വേഗം തന്നെ പണി തീർക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് പുതിയ ഒരു കിച്ചൻ്റെ വർക്ക് ഏരിയ പുറത്ത് പണിയാൻ വേണ്ടിയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ടൈൽസിൻ്റെ വർക്ക് കഴിഞ്ഞു. തറയിൽ നമ്മൾ താഴെ ഭാഗത്ത് ടൈലിടുന്നില്ല, സിമെൻ്റ് ഇട്ട് അങ്ങനെ തന്നെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇതിനിപ്പോൾ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക അതിനിടയിൽ ഞാൻ കഴിക്കുന്നുണ്ട്. ഇനി പപ്പടമാണെന്ന് തോരൻ വയ്ക്കാൻ പപ്പട ചമ്മന്തി പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് എഴുന്നേറ്റപ്പോൾ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് പോകുന്നതിന് മുമ്പ്, അവൾക്ക് 8:30 ആകുമ്പോൾ പോകണം. അപ്പോൾ അതിന് മുന്നേ എല്ലാം റെഡിയാക്കണം. അപ്പോൾ നോക്കിയപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയത് പപ്പട ചമ്മന്തിയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ പെട്ടെന്ന് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഇനിയിപ്പോൾ പപ്പടം പൊരിച്ച് കോരാനുള്ള സമയമില്ല. അപ്പോൾ അത് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കുറച്ചായിട്ട് ഞാനിങ്ങനെ പൊരിച്ച് സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. വേഗം ചെയ്യാനുള്ള ആ ഒരു ധൃതിയിൽ ചെയ്തു പോകുന്നതാണ്. സാധാരണ നമ്മൾ പപ്പടം പൊരിച്ച് കോരി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ചമ്മന്തിയൊക്കെ ഇട്ടിട്ട് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇന്ന് വേഗം ചെയ്യാനുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയിൽ വേഗം അങ്ങ് ചെയ്യുവാണേ. അവിടെ പപ്പടമൊക്കെ എല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതോടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതോടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ തേങ്ങയുടെ ആ പച്ചക്കുത്തു മണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം കിട്ടിയ ആ ഒരു ചാള ഉണ്ടല്ലോ, പരപ്പൻ ചാള എന്നൊക്കെ പറയും ഇവിടെ. മത്തി എനിക്ക് കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞുകൂടാ കേട്ടോ. അമ്മയാണ് ഇവിടെ മീനിൻ്റെയൊക്കെ ആൾ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ബൈ.